Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ ബട്ടർസ്കോച്ച് കേക്കിന് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഡ്രിപ്പ് കൊടുക്കുക എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേരുടെ പ്രോബ്ലമാണ് ബട്ടർസ്കോച്ച് കാരമൽ ചെയ്തിട്ട് നമ്മൾ ഡ്രിപ്പ് കൊടുത്ത് അല്ലെങ്കിൽ ഫുള്ള് കവർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിനെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രിപ്പ് എല്ലാം താഴത്തേക്ക് ഒലിച്ച് വന്നിട്ടുണ്ടാവും, നീറ്റായിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെയിമൊക്കെ ഒലിച്ച് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്രളയിനൊക്കെ കൊടുത്തതൊക്കെ അതെല്ലാം ഒരു അധികം ഭംഗിയില്ലാതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിപ്പ് കൊടുക്കുക എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡ്രിപ്പിനെ കിട്ടും. അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ബട്ടർസ്കോച്ചിന് കാരമൽ വെച്ചിട്ടാണ് ഡ്രിപ്പ് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ടാണ് ഡ്രിപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ട് ഡ്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റിന് ആ ഒരു ഡ്രിപ്പിനെ കിട്ടും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇവിടെ മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഫ്രഷ് ക്രീമിനെ നമുക്കൊരു ആദ്യം 1 ടേബിൾ സ്പൂണോളം ചേർക്കുക, അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം തിക്നെസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക കേട്ടോ. നല്ല തിക്കായിരിക്കും, അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഞാനിവിടെ മെൽറ്റാക്കി എടുക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ ബൗളോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ ബൗൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ പാത്രം എടുക്കുക കേട്ടോ. കട്ടിയുള്ള പാത്രം എടുക്കരുത്, കട്ടി കുറഞ്ഞ പാത്രം എടുക്കുക. പിന്നെ ഗ്ലാസിൻ്റെ ബൗളാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്, കുറച്ച് കൂടുതൽ ടൈം ചൂട് നമുക്കതിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അത് നല്ലത്. അപ്പോൾ ആ ഒരു ചൂട് പോവാതെ നമുക്ക് കിട്ടും, ചോക്ലേറ്റ് പെട്ടെന്ന് ഹാർഡായി പോവില്ല. അതിന് വേണ്ടിയിട്ട് ഗ്ലാസ് ബൗൾ എടുക്കുക. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് ഗണേഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബൗൾ എടുത്താലും മതി കേട്ടോ. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കൂടുതലായിട്ട് തോന്നുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ഫ്രഷ് ക്രീമിനെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു ഏകദേശം തിക്നെസ് ആക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. തിക്നെസ് കൂടാൻ പാടില്ല, എന്നാലും നല്ലോണം ലൂസായി പോകാനും പാടില്ല. അപ്പോൾ ഒരു ഡ്രിപ്പായി വരുന്ന രൂപത്തിലുള്ള ആ ഒരു കട്ടിയിൽ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗണേഷിനെ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മെഷർമെൻറ്റ് പറയാത്തത്, ചില സമയത്ത് ചില ആൾക്കാർ എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടില്ല. നമ്മൾ പറയുന്ന ആ ഒരു മെഷർമെൻറ്റ് കപ്പും കാര്യങ്ങളായിരിക്കില്ല അവർ യൂസ് ചെയ്യുക. അപ്പോൾ അത് കാരണം കറക്റ്റ് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ലൂസാക്കി എടുക്കുക ചെയ്യണം. ഇപ്പോൾ ഇതാ കറക്റ്റ് ലൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിരിക്കണം, ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ കട്ടി കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഇനി ഈ ഒരു ഗണേഷിലേക്ക് ഞാൻ ബട്ടർസ്കോച്ചിൻ്റെ മിൽക്ക് മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എസെൻസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു ഗണേഷിന് ബട്ടർസ്കോച്ചിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ബട്ടർസ്കോച്ച് കേക്കല്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവറും കൂടി ആ ഒരു ഡ്രിപ്പിലേക്ക് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്നും കൂടി ഡാർക്ക് ആക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി എസെൻസ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ എസെൻസ് നമ്മൾ ചേർക്കും തോറും അതിന് ആ ഫ്ലേവറും ടേസ്റ്റും കൂടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ചില സമയത്ത് ചില എസെൻസ് നമുക്ക് കറക്റ്റ് 2-3 ഡ്രോപ്പ് ഇറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇത് കുറച്ച് കളർ ചേഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടി ഡാർക്ക് ആക്കി എടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു കാരമലിൻ്റെ കളറായി കിട്ടിയിട്ടില്ല. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി ഡാർക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കിലൊക്കെ ചേർക്കുന്ന സാധാരണ കളർ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്രോപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി. ഇപ്പോൾ തന്നെ ഏകദേശം ആ ഒരു ബട്ടർസ്കോച്ച് കാരമലിൻ്റെ ആ ഒരു കാരമൽ സോസിൻ്റെ ഒരു ഏകദേശം കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി കൂടി ഇറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഒരു തുള്ളി മാത്രം കേട്ടോ, കൂടി പോകരുത്. അപ്പം ആ കറക്റ്റ് കളർ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 2-3 ഷെയ്ഡായിട്ട് നിൽക്കും ഈ ഒരു ഡ്രിപ്പ്. അപ്പോൾ കറക്റ്റിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് തിക്നെസ്സും അതുപോലെ കളറും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കേക്കിലേക്ക് ഇതിനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 kg 7 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള ബട്ടർസ്കോച്ച് കേക്കാണിത്. സൈഡിലായിട്ട് സ്ക്രാപ്പർ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഗണേഷിനെ ഡ്രിപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഡ്രിപ്പായിട്ട് വരുന്നുണ്ട്. ഓവറായിട്ട് താഴത്തേക്ക് ഒലിച്ച് പോകണമില്ല. കറക്റ്റിന് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡ്രിപ്പിനെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കാരമൽ സോസ് വെച്ച് ചെയ്യണ സമയത്ത് ഇതുപോലെ തന്നെ കറക്റ്റ് നമുക്ക് ഈ ഒരു ഡ്രിപ്പ് കൊടുക്കാനും ഒക്കെ കഴിയും. നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാരമൽ സോസ് എല്ലാം താഴത്ത് കൊലിച്ച് വന്നിട്ടുണ്ടായിരിക്കും. ആ ഡ്രിപ്പ് കൊടുത്തത് ആ ഒരു കേക്ക് ആയിരിക്കില്ല പിന്നെ കാണുന്ന സമയത്ത് കേട്ടോ. ഇനി അഥവാ താഴെയൊക്കെ പ്രളയനോ അല്ലെങ്കിൽ മുകളിൽ പ്രളയം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഡ്രിപ്പിൻ്റെ കൂടെ തന്നെ താഴത്ത് കൊലിച്ച് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ആ ഒരു വൃത്തിയിൽ തന്നെ നല്ല ഭംഗിയുള്ള കേക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ എസെൻസിൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസിൻ്റെ ഫ്ലേവറും കൂടി ആയിട്ട് ഈ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കും കൂടി ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. മുകളിലായിട്ട് ഞാൻ പ്രളയം പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നീറ്റായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഡ്രിപ്പ് കൊടുത്തിട്ടുള്ള മോഡലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ചില ആൾക്കാർക്ക് ഈ ഒരു മോഡൽ വരുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടില്ല, ഈ ഒരു മോഡൽ മാറ്റി തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും മാറ്റി പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ അതുപോലെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്